Okay, good morning. Okay, this was the question. The question that എഴുതിയല്ലേ? Okay. So two cables AB and AC are attached at A as shown in the figure. So here you are given a three-dimensional figure where this is the x-axis, positive x-axis. This is positive y-axis, and this is the positive z-axis. This is negative z-axis. എങ്ങനെയാണ് ഒരു എക്സ് വൈ സെഡ് ആക്സിസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്? ഓക്കെ, അതായത് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് അല്ലേ? റൈറ്റ് ഹാൻഡ് റൂളിൽ എങ്ങനെയായിരിക്കും? ഇറ്റ്സ് എ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ് ആക്സിസ് ആൻഡ് ദ യുവർ ഇൻഡെക്സ് ഫിംഗർ, അതായത് ചൂണ്ടുവിരൽ വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ മിഡിൽ ഫിംഗർ വിൽ റെപ്രസെൻറ്റ് ദ സെഡ് ആക്സിസ് അല്ലേ? അതായത് ഇപ്പോൾ ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് റൈറ്റ് ഹാൻഡ്. ഓക്കെ, റൈറ്റ് ഹാൻഡിൽ ഇത് എക്സ് ആക്സിസ് ആണെന്ന് കരുതുക. ഓക്കെ, എക്സ് ആക്സിസ്, ദെൻ ദിസ് ഇസ് വൈ ആക്സിസ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ആണെങ്കിൽ ഈ കാണുന്ന മിഡിൽ ഫിംഗർ ആയിരിക്കും എന്തായിരിക്കും? സെഡ് ആക്സിസ്. ആ ഡയറക്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്, പോസിറ്റീവ്. അപ്പോൾ എന്താണ് ഇത്? എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ്. റൈറ്റ് ഹാൻഡ് ആണ്, ഓർക്കുക. ഓക്കെ, ആ രീതിയിൽ എടുക്കുക. So here, so this is the positive. If this is the positive x-axis and this is the positive y-axis, then automatically this will be the positive z-axis. Okay. Now you are got given 3 points A, B, and C. Those dimensions are given. അല്ലേ? അതിൻ്റെ ഡിസ്റ്റൻസ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ? 50. This is 40. This is 52. This is 62 and this is 50. അങ്ങനെയാണെങ്കിൽ എന്താണ് പറയുന്നത്? Two cables AB and AC are attached at A. So there are two cables AB and AC which is attached at the point A. The point A is on the x-axis and in which plane? Yeah, XZ plane. XZ പ്ലെയിനിൽ ഒരു പോയിന്റ് ആണ് A. ഓക്കെ, ഇനി ബിയുടെ പോയിന്റ്, ബി ആക്ട് ചെയ്യുന്നത് എവിടെയാണ്?
വൈ സെഡ് പ്ലെയിനിലാണ് ബി അതേപോലെ സിയും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടും സിമ്പിളായിട്ട്. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ കോർഡിനേറ്റ്സ്? കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എ. പോയിന്റ് എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോർഡിനേറ്റ്സ് ഓഫ് എ ഈസ് എന്തായിരിക്കും? എക്സ് വൈ സെഡ്. എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 52. വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ്, വൈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? 0. ആൻഡ് സെഡ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? 0. So the coordinates of the point A is 52, 0 and 0. Now the coordinates for B. Coordinates of for B എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അജൽ പ്രൈം. അജൽ പ്രൈം. കോർഡിനേറ്റ്സ് ഓഫ് ബി. ബി എത്ര ആയിരിക്കും? എക്സിലേക്കുള്ള 0. 0. 40. 0 40 എന്ന് പറയുമ്പം 40 ആണോ? വൈയിലേക്കുള്ള ഡിസ്റ്റൻസ്, വൈയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? ഈ ഡിസ്റ്റൻസ് 50 ആണ്. ഓക്കെ, 50. ദെൻ സെഡിലേക്കുള്ള ഡിസ്റ്റൻസ് 40. നെക്സ്റ്റ് സിയുടെ എന്തായിരിക്കും കോർഡിനേറ്റ്സ്? കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ് സി. എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് ആലോചിച്ച് നോക്ക്. ഇത് ഉള്ളത് പോയിന്റ് എവിടെയാണ്? ഇവിടെ ആണുള്ളത് അല്ലേ? വൈ സെഡ് പ്ലെയിനിലാണുള്ളത്. എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ദെൻ വൈ എത്രയാണ്? വൈ 62. ആൻഡ് സെഡ് എത്ര ആയിരിക്കും? 62. സെഡ് 50 ആണോ മൈനസ് 50 ആണോ? നെഗറ്റീവ് സെഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പം -50. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഒ. എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് 0, 0, 0. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ഇത്രയും കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്? 2 cables AB and AC are attached at A. So these cables are attached at the point A. എന്നിട്ട് ഇങ്ങനെ വലിച്ചേക്കാണ് അല്ലേ? ഇറ്റ് ഈസ് pulled to the points B and C. ഈ ഡയറക്ഷനിൽ ഇങ്ങനെ വലിച്ചേക്കാണ്. Determine the resultant of the forces exerted at A by the 2 cables. So when we are pulling this point A using the 2 cables AB and AC at the point A, then what is the resultant at the point A? അതായത് വേറൊന്നുമല്ല, യു ആർ ഗിവൺ 2 forces AB and AC. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ്? എയിന്ന് ബിയിലേക്ക് ഫസ്റ്റ് കേബിൾ, സെക്കൻഡ് കേബിളോ എയിന്ന് സിയിലേക്ക്. അപ്പോൾ നമ്മൾ ആ എഴുതുന്ന ഓർഡർ തെറ്റരുത്. എ ബി എന്ന് തന്നെ എഴുതണം, അല്ലാതെ ബി എന്ന് എഴുതരുത്. ഓക്കെ, സോ ഫോഴ്സ് എ ബി ആൻഡ് ഫോഴ്സ് എ സി. എന്നിട്ട് വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഈസ് ദ റിസൾട്ടൻറ്റ് ഡ്യൂ ടു ദ 2 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ. എന്തൊക്കെയാണ്? എ ബിയും എ സിയും തമ്മിലുള്ളതിൻ്റെ റിസൾട്ടൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. If the tension is resultant of the forces at A by the 2 cables, if the tension is 2000 Newton in the cable AB and 1500 in the cable AC. Now it is given that the tension, value of tension is 2000 in AB. AB യുടെ ടെൻഷൻ, അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു 2 ഫോഴ്സ് ഉണ്ട് പറഞ്ഞു, എ ബിയും എ സിയും. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. എന്താണ്?
2000 ആൻഡ് എ സിയുടെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 1500. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് തന്നെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. സോ വാട്ട് ആർ ദ ഡേറ്റാസ് ഗിവൺ? എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്ന ഗിവൺ ഡേറ്റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. യു ആർ ഗിവൺ 2 ഫോഴ്സസ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഇസ് നോൺ ബട്ട് ദ ഡയറക്ഷൻ ഈസ് നോട്ട് നോൺ. അല്ലെങ്കിൽ അതിൻ്റെ വെക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ തന്നിട്ടില്ല, നമുക്കറിയാവുന്ന എന്താണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അതിനെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിലേക്ക് വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അതിന് ജസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടും. റിസൾട്ടൻ്റ് വെക്ടർ കിട്ടും. റിസൾട്ടൻ്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ അറിയാം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ സപ്പോസ് ഒരു ഫോഴ്സ് തന്നിട്ടുണ്ട്, ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ഫോഴ്സ് വെക്ടർ. ദെൻ വാട്ട് വി വിൽ ഡു? യൂഷ്വലി വി വിൽ മൾട്ടിപ്ലൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് വിത്ത് ദ യൂണിറ്റ് വെക്ടർ അല്ലേ. ഒരു യൂണിറ്റ് വെക്ടറുമായിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ഫോഴ്സ് വെക്ടർ കിട്ടുക. സോ ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ, വാട്ട് യു ആർ ഡൂയിങ്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? അതായത് suppose we have to find the force vector, some force vector f, then we will write like this, that is the magnitude of the force into the unit vector in the direction of the force. ഈ യൂണിറ്റ് വെക്ടർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, ഏതെങ്കിലും ഒരു വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ, സപ്പോസ് ഇറ്റ് ഈസ് എ ബി ആണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, വെക്ടർ എ ബി നമ്മൾ കണ്ടുപിടിക്കും, ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ എ ബി. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെക്ടർ എൻ കിട്ടും, യൂണിറ്റ് വെക്ടർ. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് വെക്ടർ എഫ് കിട്ടും. ഇതാണ് നമ്മൾ പൊതുവേ ചെയ്തിരുന്നത് അല്ലേ. സോ വി വിൽ അനലൈസ് ഇറ്റ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ കോർഡിനേറ്റ്സ്. നമ്മൾ പറഞ്ഞു കോർഡിനേറ്റ്സ് എന്തൊക്കെയായിരുന്നു. കോർഡിനേറ്റ്സ് ആർ ഒറിജിനിൻ്റെ കോർഡിനേറ്റ്സ് പറഞ്ഞാൽ എന്താണ്? 0 0 0. ദെൻ ദ പോയിന്റ് എ ഈസ് 52 0 0. Point B is 0 50 40, and point C is 0 62 and minus 50. So these were the coordinates. Now we are asked to find the two force vectors. അപ്പോൾ അതായത് നമുക്ക് രണ്ട് ഫോഴ്സുകളാണ് അറിയുന്നത് അല്ലേ. എ ബി ഉണ്ട്, എ സി ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? വെക്ടർ എഫ് എ ബി കണ്ടുപിടിക്കണം. എഫ് ബി എ അല്ല, എഫ് എ ബി. ദെൻ യു ഹാവ് ടു ഫൈൻഡ് വെക്ടർ എ സി, ആൻഡ് യൂസിങ് ദീസ് യു ഹാവ് ടു ഫൈൻഡ് വെക്ടർ ആർ. ദാറ്റ് ഇസ് വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ എഫ് എ ബി പ്ലസ് വെക്ടർ എഫ് എ സി അല്ലേ. ഈ വെക്ടർ എഫ് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം അല്ലേ. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ എ ബി കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ എന്താണ്? വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് ദ വാട്ട് യു കോൾ എഫ് എ ബി, ദാറ്റ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് ഇസ് ഇറ്റ് ഈസ് ഗിവൺ 2000, റൈറ്റ്? 2000 ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ. 2000 ന്യൂട്ടൺ. അതുപോലെ എഫ് എ സി എന്ന് പറയുന്നത് 1500 ന്യൂട്ടൺ ആണെന്നും അറിയാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ, ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ വെക്ടർ എഫ് എ ബി, വി ആർ ഫൈൻഡിങ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ എ ബി. സോ യൂണിറ്റ് വെക്ടർ in the direction of AB, which is represented by n AB, will be equal to that vector AB. Vector AB means we have got the 2 points B and A. Vector AB means B minus A, that is 0 minus 52, that is 0 minus 52
I plus 50 minus 0, 50 minus 0 j plus 40 minus 0 k. This is vector AB divided by the magnitude, that is root of the square of these, that is minus 52 square plus 50 square plus 40 square. So you will get the value as minus 52 plus I plus 50j plus 40k divided by 82.49. Okay, this is NAB, that is unit vector in the direction AB. Similarly, unit vector in the direction, next one was AC, that is unit vector in the direction of AC, denoted by NAC, will be equal to the vector AC, that is C minus A, that is 0 minus 52 I plus 62 minus 0, 52 minus 0 j plus minus 50 minus 0 k. This is the vector AC divided by the magnitude of AC, that is root of these corresponding terms in the square, right? That is minus 52 square plus 62 square plus minus 50 square. Okay, that is minus 52I plus 62j minus 50k divided by 95.12. Ninety-five 95.2, sorry, 12. So you got the unit vectors in the direction AB and AC. Now you can find the force vectors AB and AC. That so the force vector FAB will be equal to magnitude FAB into position vector, sorry, NAB, unit vector NAB. So which is equal to FAB is 2000 given in the question into this NAB, that is minus 52I plus 50j plus 40k divided by 82.49, which is equal to minus 1260.75 I plus 1212.27 j plus 969.81 k. So you will get the vectorial notation of the force AB like this. Similarly, we can find the vector FAC also. Please try to do it yourself. Vector FAC.
vector f AC, which will be equal to magnitude of the force AC multiplied by the unit vector in the direction AC. That will give magnitude is magnitude is 1500. So 1500 into NAC. NAC is minus 52I plus 62J minus 50K divided by 95.12, which will give the value as minus 820.02I plus 977.71J minus 788.48K. Okay, so till this step you have to do now. First of all, we have found the coordinates of the each points. Then using that, we have found the unit vectors for these forces. Unit vector along the direction AB, that is NAB, and it is like this. Then the unit vector in the direction of AC, and using these by multiplying with the magnitude of each forces, we got the value for the force vectors AB and AC as like this. Okay. So finished up to this. Is there any doubt regarding this? ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഒരു സംശയമുണ്ട്. പറഞ്ഞോ. റൂട്ട് ഓഫ് മൈനസ് 52 സ്ക്വയർ പ്ലസ് 62 സ്ക്വയർ അതെങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞത് എന്താണ്, NAC അല്ലേ, ഇതേ AC ഇങ്ങനെ പോവാണ് അല്ലേ. അപ്പോൾ എയുടെ കോർഡിനേറ്റ്സ് എന്താണ്? എയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്, എന്താണ് 52 0 0. ഇനി സിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് 0 62 മൈനസ് 50 അല്ലേ. അപ്പോൾ വെക്റ്റർ AC എന്ന് പറയുന്നത് എന്തായിരിക്കും? വെക്റ്റർ AC വിൽ ബി ഈക്വൽ ടു എന്താണ്, AC എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനലിലെ ഓരോ സാധനങ്ങളും തമ്മിൽ മൈനസ് ചെയ്യുക. 0 മൈനസ് 52 0 മൈനസ് 52 ഇതിൻ്റെ കൂടെ I പ്ലസ് എന്താണ് 62 മൈനസ് 0 62 മൈനസ് 0 J പ്ലസ് എന്താണ് അടുത്ത Z ടേം മൈനസ് 50 മൈനസ് 0 മൈനസ് 50 മൈനസ് 0 K. അതായത് എന്തായിരിക്കും കിട്ടുക? മൈനസ് 52I പ്ലസ് 62J മൈനസ് 50K എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. ഇനി AC ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് AC വിൽ ബി ഈക്വൽ ടു, നമുക്ക് എന്താണ് ഈ മുകളിൽ ആരോ പറയില്ല, ജസ്റ്റ് AC മാത്രം റെപ്രസെൻറ്റ് ചെയ്യും. വിച്ച് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഐയുടെ കൂടെ എന്തൊക്കെയുണ്ടോ അതിൻ്റെ സ്ക്വയർ. എന്താണ് ഐയുടെ കൂടെ ഉള്ളത്? എന്താണ് മൈനസ് 52. അപ്പം മൈനസ് 52 സ്ക്വയർ. ഇനി പ്ലസ് മൈനസ് 52ൻ്റെ സ്ക്വയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് എന്താണ് ജെയുടെ കൂടെ ഉള്ളത്? എന്താണ് 62. സോ 62 സ്ക്വയർ പ്ലസ് കെയുടെ കൂടെ ഉള്ളത് എന്താണ് മൈനസ് 50 മൈനസ് 50യുടെ സ്ക്വയർ. അപ്പോൾ ഈ മൈനസ് എല്ലാം പോവും. അപ്പോൾ അതിനകത്താണ് നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുക. AC-യുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 95.12 എന്ന് പറഞ്ഞ് കിട്ടും.
ഓക്കെ. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ എ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് ആ എ സി എന്ന് പറഞ്ഞ വെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എന്താണ്? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അതായത് 95.12 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഡയറക്ഷൻ മാത്രം നമുക്ക് എടുക്കണം. ഡയറക്ഷൻ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ എന്താണ്? അതിൻ്റെ വാല്യൂവിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന വെക്ടർ ആയിരിക്കും എന്താണ്? മാഗ്നിറ്റ്യൂഡ് 1 ഉള്ള ഒരു വെക്ടർ. അപ്പോൾ അതിന് ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു കൺസെപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് വെക്ടർ വിൽ ബി ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ വെക്ടർ ഡിവൈഡഡ് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെയിം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ വാല്യൂ ചെയ്യും. അതാണ് നമ്മളവിടെ ചെയ്തത്. ഓക്കെ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത്. ഓക്കെ. ഇവിടെയൊക്കെ നമ്മൾ ചെയ്തതാണ്. അതിനുശേഷം എന്താണ്? നമ്മൾ ഫോഴ്സ് വെക്ടർ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഈ പറഞ്ഞ ഡയറക്ഷൻ നമുക്ക് കിട്ടി, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ. ദെൻ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടെൻഷൻ ഇത്ര വാല്യൂ 2000 ന്യൂട്ടൺ ഇൻ ദ കേബിൾ എ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞ കേബിളിൽ അകത്തുണ്ടാകുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് 2000 ന്യൂട്ടൺ ആണ്. ഇനി അതിൻ്റെ ഡയറക്ഷൻ അറിയാം, എന്താണ്? വെക്ടർ എൻ എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ജസ്റ്റ്. അതാണ് നമുക്ക് വെക്ടർ എഫ് എ ബി എന്ന് പറഞ്ഞ് കിട്ടിയേക്കുന്നത്. സിമിലർലി എഫ് എ സി അതും നമുക്ക് കിട്ടി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഈ എഫ് എ ബി എഫ് എ സിയും കൂടെ ചേരുന്നതിൻ്റെ റിസൾട്ടൻറ്റ് വെക്ടർ ആർ വിൽ ബി ഈക്വൽ ടു ജസ്റ്റ് സം ചെയ്യുക. എന്തൊക്കെയാണ്? വെക്ടർ എഫ് എ ബി പ്ലസ് വെക്ടർ എഫ് എ സി. രണ്ടും കൂടെ ജസ്റ്റ് സം ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സം ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു ഇത് രണ്ടും കൂടെ. ഇപ്പോൾ ഇത് രണ്ടും കൂടെ സം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ കറസ്പോണ്ടിങ് ടേംസ് ദാറ്റ് ഈസ് -1260.75 പ്ലസ് -820.02 I പ്ലസ് 1212.27 പ്ലസ് 977.71 J then plus 969.81 plus minus 788.48 K. അത്രയാണ് നമ്മൾ പ്ലസ് ചെയ്യുന്നു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പ്ലസ് ചെയ്യാം. അപ്പം അങ്ങനെ പ്ലസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്തായിരിക്കും? ദ ആൻസർ വിൽ ബി, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ. -2080.78 I പ്ലസ് 2189.98 J plus 181.33 K. So this is the resultant vector. Now you have got the resultant vector. Then you have to find the resultant out of it. That is the magnitude of the resultant. In resultant, നമുക്ക് രണ്ട് parts ഉണ്ട്. എന്താണ്? First is the magnitude and then the direction. So the magnitude is given by root of the coefficient of I square plus coefficient of J square plus coefficient of K square, that is minus 2080.78 square plus 2189.98 square plus 181.33 square, which gives 3026.31 Newton. So this is the magnitude of the resultant. Now you have to find the values for the direction. ഈ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? RX = R cos θ x, RY = R
cos theta y and rz equal to r cos theta z. And using these relations, you have to find theta x, theta y, and theta z. ഇവിടെ ആർ എക്സ് ആർ വൈ ആർ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടുക? അതായത് വെക്ടർ ആർ ഇസ് ഇൻ ദ ഫോം എന്താണ്? ആർ എക്സ് ഐ പ്ലസ് ആർ വൈ ജെ പ്ലസ് ആർ സെഡ് കെ. ഇതായിരുന്നു. This is the general format for the resultant vector. So from here, this is the vector r. So this is rx and this is ry, this is rz. So using these values rx, ry, rz and the value for r, you can easily find the values for theta x, theta y and theta z. Okay, and the values I will give you. You have to check it later. Theta x you have to get that is value of theta x is 133.44. Theta y 43.64 and theta z as 86.56. Okay, so you have to get these values. Okay, so I think it is time to wind up. I will take the attendance now.